രാവിലെ ഇക്ക ഹാദക്കുട്ടനെ അനുനയിപ്പിച്ച് എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമങ്ങളിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹാദക്കുട്ടൻ ഇതിലൊന്നും അവൻ എഴുന്നേൽക്കില്ല കേട്ടോ. ഞാൻ ആ തടിത്തവിയും കൊണ്ടുവന്ന് രണ്ട് കൊട്ട് കൊട്ടുമ്പോഴേ എഴുന്നേൽക്കുള്ളൂ. അടിയൊന്നും കൊടുക്കണ്ട, ആ കട്ടിലേലിട്ട് എഴുന്നേൽക്കുന്നു പറഞ്ഞിട്ട് 2 കൊട്ട് കൊട്ടുമ്പോഴത്തേക്കിനും ചാടി എഴുന്നേറ്റ് വന്നോളൂ. അല്ലാതെ നമ്മൾ എത്ര സ്നേഹിച്ചാലും കൊഞ്ചാലും ഒന്നും അവൻ ഏശത്തേ ഇല്ല കേട്ടോ. ഇക്കാക്കാണെങ്കിൽ ഹാദക്കുട്ടനെ ഞാൻ വഴക്ക് പറയുന്നതും തല്ലുന്നതും ഒക്കെ ഇക്കാക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. ഉമ്മി അടിക്കുന്നതിന് മുന്നേ വാ, ഉമ്മി വഴക്ക് പറയുന്നതിന് മുന്നേ വാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇക്ക വിളിക്കുന്നത് കേട്ടോ. അതെന്തായാലും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓടിപ്പാഞ്ഞെന്ന് കടലെത്തിയിട്ടുണ്ട്. കാരണം കടലിൽ നിന്ന് കുക്ക് ലീവായിരുന്നു. അപ്പോൾ നമ്മളുടെ പരിപാടികളിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇവിടെ ബാക്കിയുള്ള രാവിലത്തെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത്തിരി സമാധാനമായപ്പോൾ ഒരു 6 ചട്ടിച്ചോറിൻ്റെ ഓർഡർ വന്നു. അപ്പോഴത്തേക്കിനുമാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ. കാരണം ഏകദേശം 2 മണിയൊക്കെ ആയി. അപ്പോൾ ഇവിടുത്തെ തിരക്കൊന്നും ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ കാരണം എനിക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല പണിയുണ്ടായിരുന്നു. കുക്ക് ലീവാണെങ്കിൽ നമ്മളെന്തായാലും ചെല്ലണം, കുക്ക് ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ അത്യാവശ്യം തിരക്കൊതുങ്ങിയപ്പോൾ വന്ന 6 ചട്ടിച്ചോറ്. ഇപ്പോൾ ആ ഊറ്റിയ ചോറാണ് കേട്ടോ. അതാണ് ഈ ആവി പറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു സാധാ ചോറിടും, അതിൻ്റെ പുറത്ത് അമ്മപ്പൊതി മിക്സ് ഇടും. അമ്മപ്പൊതി മിക്സ് ചമ്മന്തി വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടുള്ള ഒരു അമ്മപ്പൊതി മിക്സ് ഉണ്ട്. അതിട്ടിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ചോറിടും. പിന്നെ അതിൻ്റെ പുറത്ത് മീൻകറി ഒഴിക്കും, മോരേറി ഒഴിക്കും. പിന്നെ അതിൻ്റെ പുറത്ത് സകല കറികളും വെക്കും. ചമ്മന്തി, അച്ചാർ, കൂട്ടുകറി, തോരൻ, പിന്നെന്താ പിന്നെ കൂന്തൽ, കക്ക എല്ലാം വെക്കും. പിന്നെ നമ്മൾ ഇവിടെ എന്തൊക്കെ മീനുണ്ടോ അതെല്ലാം വെക്കും കേട്ടോ. ഏകദേശം ഒരു 5 ടൈപ്പ് ഫിഷ് ഫ്രൈ 2-3 വീതം വെച്ചിട്ടുണ്ടാവും. നിറച്ചുണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ പുറത്ത് മുട്ട, പിന്നെ അഡീഷണൽ ഒരു ഫിഷ് കറി. ഇതാണ് നമ്മുടെ ചട്ടിച്ചോറ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നല്ല മുളക് കറിയൊക്കെ രാവിലെ വെച്ചിട്ടാണ് പോയത്. ആ മുളക് കറിയും അതുപോലെ നമ്മുടെ പലനീൻ പൊരിച്ചതും ഇന്നലെ കാണിച്ചില്ലേ, ആ ഒരു കറികളെല്ലാം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ മുളക് കറിക്കകത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കായം ചേർക്കുമോ എന്നുള്ളത്. ഇത് കടയിൽ ഒരു കുക്ക് ചേച്ചി വന്നപ്പോഴത്തേക്കിനും പറഞ്ഞു തന്നതാണ് ഈ ഒരു കായം ചേർക്കുന്ന റെസിപ്പി. എനിക്ക് നന്നായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എനിക്കും അതൊരു പുതിയ അറിവായിരുന്നു, പക്ഷേ എനിക്ക് വെച്ചപ്പോൾ നന്നായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ചില സമയത്ത് ഇതുപോലെയൊക്കെ വെക്കുമ്പോൾ കായം ചേർക്കാറുണ്ട് കേട്ടോ, ഇല്ലാതെ വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത്